ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. റജബ് 26 ദിവസത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ രാവിലെ ഒരു 4:30 ആ സമയമാകുമ്പോൾ എണീറ്റതാണ്. എന്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നുമില്ല. പാല് ചൂടാക്കണം, ചായ ഉണ്ടാക്കണം, ഈ രണ്ട് ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കാര്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 5:30 ഒക്കെ ആകുന്നുണ്ടല്ലോ ഇപ്പോൾ സുബഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് എണീറ്റതാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞങ്ങൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ദയാക്കും ദാനിക്കും ഒക്കെ ആയിരുന്നു, ഡോക്ടറെ കാണലും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ദയാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് നോമ്പ് വേണ്ട മോനേന്ന്. അപ്പോൾ അവനക്ക് എല്ലാവരും നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിൽ നോക്കാന്നുള്ള ഒരു രീതിയിലാണ് അവൻ നോമ്പ് നോക്കിയത്. പിന്നെ ഇപ്പോഴ് പനി മാറിയിട്ട് എനിക്കായിട്ടുണ്ട്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ദയാക്ക് ഞാൻ നോമ്പ് കൊടുക്കാൻ കാര്യം എന്തെന്ന് വെച്ചാൽ അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിട്ടില്ല കേട്ടോ. അവർക്ക് ഓപ്പൺ ഹൗസ് ആയിരുന്നു. അത് എപ്പോഴത്തെ മാർക്കാന്ന് വെച്ചാൽ ക്രിസ്മസിന് മുമ്പേ ഉണ്ടായ എക്സാമാണ്. അവർക്ക് കുറച്ച് ഡിലേ ആയിപ്പോയി. അവർക്ക് സ്കൂളിൽ ആനുവൽ ഡേയും അങ്ങനെ ഫുള്ള് ബിസി ആയിരുന്നു. EAPX ടോക്ക് ഷോൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഓപ്പൺ ഹൗസ് വെക്കാൻ ലേറ്റ് ആയതാണ്. അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ രണ്ടാൾക്കും നല്ല മാർക്സൊക്കെ ഉണ്ട്. പിന്നെ എന്തെന്ന് വെച്ചാൽ അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നിസ്കരിച്ചു, ഓതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഒരു 6 ആകുമ്പോഴത്തേക്ക് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് പോകാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ ഒരു ഹാഫ് മൂണിൻ്റെ ദൃശ്യം കണ്ടപ്പോൾ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് പിന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോകാൻ റെഡി ആയതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പനിയൊക്കെ കൂടിയ പോലെ ഫീലായി. അപ്സെറ്റായിട്ടോ ഞാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായാലും പോയി നോക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പേ ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് മാരിനേറ്റ് ചെയ്തതാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, വിനീഗർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, പച്ചമുളക് പേസ്റ്റ് ഇത്ര ആഡ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ റെഡിയാക്കാൻ വന്നത്. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാരിനേറ്റ് സംഭവം 2 വിസിലടിച്ചിട്ട് കുക്കറിൽ ഇടുക. അപ്പോൾ അത് സെറ്റായി കിട്ടും. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. വേറൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണയും ഗീയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വേവിച്ച ചിക്കൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി, മല്ലിയില, പുതിനയില ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ട് വരുമല്ലോ. ആ കുക്കായിട്ട് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കേട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലസ് റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൈമ ജീര റൈസാണ് യൂസ് ചെയ്യുന്നത്. അരി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2-3 പ്രാവശ്യം കഴുകിയാൽ മതിയെന്ന് എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാഷ് ചെയ്യുന്നില്ല. വാഷ് ചെയ്യുമ്പോൾ ഇല്ലേ കുറച്ച് ഡീപ്പായിട്ട് നമ്മളിങ്ങനെ കൈയോടെ ഇങ്ങനെ കുഴച്ചിട്ട് വാഷ് ചെയ്യുക. എന്തെന്ന് വെച്ചാൽ ആ വൈറ്റ് കളർ മൊത്തം റിമൂവ് ആയാൽ ആ സ്റ്റാർച്ച് മൊത്തം പോയാലാണ് നമ്മൾ റൈസ് ഒറ്റയായിട്ട് നിൽക്കുക. അതാണ് ഫസ്റ്റത്തെ ടിപ്പ് എന്ന് എനിക്ക് പറയാനുള്ള. പിന്നെ ലെമൺ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ അരി ഒട്ടിപ്പിടിക്കാതെ നല്ല ഒരു ഒറ്റയായിട്ട് നിൽക്കും. ചോറിങ്ങനെ ഒറ്റയായിട്ട് നിൽക്കും. പിന്നെ എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ അതിൽ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ ലെസ് എമൗണ്ടാണ് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഉള്ളി ഇട്ടപ്പാട് അത് ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ റൈസ് ഒന്ന് വറുത്തിട്ടാണ് ഉണ്ടാക്കൽ. അപ്പം എങ്ങനെയാണ് കൈമ ജീര റൈസിന് വെള്ളം എടുക്കുകയെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലെടുക്കുക. അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു, ഉപ്പ് ആഡ് ചെയ്തിട്ട് ലെമൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്തെന്ന് വെച്ചാൽ മല്ലിയില, പുതിനയില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ റൈസ് സെറ്റായിട്ട് കിട്ടി. മീൻവയൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മസാല റെഡിയാക്കിയതായിരുന്നു. അതിലും അങ്ങനെ ഉള്ളിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, പിന്നെ മല്ലിയില പുതിന വേണ്ട കേട്ടോ, മല്ലിയില മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ ഒരു സമയം കൊണ്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ചിക്കനിൻ്റെ പീസസും എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ടിട്ട് കുക്കറിൽ 2 വിസിലടിച്ചിട്ട് അത് ചിക്കി എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ആവശ്യത്തിന് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു ചൂടിൽ തന്നെ ഗരം മസാലപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കട്ട്ലറ്റ് റെഡി ആയിട്ട് കിട്ടും. പിന്നെ കട്ട്ലറ്റ് എപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് റോസ്റ്റ് ചെയ്യാതെ ചെയ്യാം. അതായത് ബ്രെഡ് നോർമൽ ബ്രെഡില്ലേ അത് ചൂടാക്കാതെ ചെയ്യുക. അത് മിക്സിയിലിട്ട് പൊടിക്കുക, എന്നിട്ട് അതിൽ ഇത് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു കട്ട്ലറ്റ് റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഞാനിപ്പോൾ ഇത് മസാലേൻ്റെ മേലെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ദം ചെയ്യാൻ വെച്ചിട്ട് പിന്നെ അത് മിക്സ് ചെയ്തു. അതുപോലെ കുറച്ച് വൈറ്റ് റൈസ് വേറെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് എരിവാണെങ്കിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കലാന്ന് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചു. പിന്നെ കട്ട്ലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡിയാക്കി. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്യലാണ്. ഇതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉന്നക്കായൻ്റെ അതേ ഇൻഗ്രീഡിയൻസിൽ കട്ട്ലറ്റ് റെഡിയാക്കിയിട്ട് എടുക്കുന്നതാണ്. ബനാന കട്ട്ലറ്റ് എന്ന് പറയും. പിന്നെ ആ ഒരു ഓയിലിൽ തന്നെ ഞാനും പിന്നെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. രണ്ടും ഒന്ന് സ്വീറ്റ് കട്ട്ലറ്റ്, ഒന്ന് ചിക്കൻ്റെ കട്ട്ലറ്റ് അങ്ങനെ റെഡിയാക്കിയിട്ടെടുത്തു. പിന്നെ കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്തിട്ടായി. അങ്ങനെ പെട്ടെന്ന് ടീപ്പോയിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ കഴിച്ചതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കിന്നോസ് ഓറഞ്ചും കൂടെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഇതൊക്കെ കട്ട് ചെയ്ത് അൽഹംദുലില്ലാ ഫ്രൂട്ട്സും ഡേറ്റ്സും ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നല്ലൊരു നോമ്പ് തന്നെയായിരുന്നു റജബ് 26. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.